ഞാൻ അന്ന് പറഞ്ഞിരുന്നു, തിരിച്ചു വരും അതിശക്തമായിട്ട്. യഥാർത്ഥത്തിൽ എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും സാധാരണക്കാരുള്ള ജനങ്ങളെപ്പോലും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാമാണ് എന്ന് വേണേൽ പറയാം. ഒരു ഗുരുവിൻ്റെ സ്ഥാനം, രക്ഷകർത്താവിൻ്റെ സ്ഥാനം, ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം, എല്ലാം ഉമ്മൻചാണ്ടി സാറ്. ഈ വിജയം ഞങ്ങളെല്ലാവരും ഓരോ അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിജയം ഞങ്ങൾ നേടിയെടുത്തത്. നാളെ ഇത് തന്നെയായിരിക്കും. അവർക്ക് പകുതി പോലും നേടാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ അന്നത്തെ വാക്കിന് വില കൊടുത്ത് ജനം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടുള്ള UDFിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും ബലപ്പെട്ട. പിന്നെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് UDFിനുള്ള സ്നേഹം ഇപ്പോഴും പ്രതിഫലിക്കുന്നു, പ്രകടമാണ്. നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയതിനു ശേഷം നിയുക്ത MLAമാർ ഓരോരുത്തരായി പുതുപ്പള്ളിയിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതിനായാണ് നിയുക്ത MLAമാർ, വിജയിച്ച MLAമാരൊക്കെ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് എത്തുന്നത്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അടക്കം ഉള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. ഇവർ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപേ ഇവിടെ എത്തി അനുവാദം ചോദിച്ച അനുഗ്രഹം വാങ്ങിയൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി തിരിച്ചത്. വിജയിച്ചതിന് ശേഷവും ഓരോ MLAമാരും ഇവിടേക്ക് പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടി സാറിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്, ഇത് ഉമ്മൻചാണ്ടി സാറിന് നൽകിയ വിജയമാണ്, അദ്ദേഹത്തിന് ഞങ്ങൾ നൽകുന്ന വിജയമാണ്. അദ്ദേഹം ആഗ്രഹിച്ച ഒരു കേരളത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമെന്ന നിലയിലാണ് ഈ കോൺഗ്രസിന് ഇത്തരത്തിലുള്ള ഒരു ഉജ്ജ്വല വിജയം നേടാൻ കഴിഞ്ഞതെന്നുള്ള അഭിപ്രായം കൂടി ഇവിടെ എത്തിയ ആളുകൾക്കുമുണ്ട്. അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് നിങ്ങൾ കേട്ടില്ല പോലും. നിങ്ങൾ ഇതൊന്നും പിടിക്കും, ഒരു കുഴപ്പമില്ല. അല്ല, അത് പറയണേ എന്നാന്ന് പറയുക, ഇങ്ങനെ ഒരു സംസാരം അത് എൻ്റെ ഒരു അറിവ് ഇക്കാര്യത്തിലില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാർട്ടി, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, മണ്ഡലം സെക്രട്ടറി ആയിരുന്നു, KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, DC സെക്രട്ടറി ആയിരുന്നു, KP സെക്രട്ടറി ആയിരുന്നു, ഇപ്പം DCC പ്രസിഡൻ്റാണ്. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡൻ്റായിരുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഇത്രയും വലിയ അവസരങ്ങൾ നൽകി, അസംബ്ലി സീറ്റ് തന്ന്, പാർട്ടി തന്നെ പണം മുടക്കി, പാർട്ടി പ്രവർത്തകർ കഷ്ടപ്പെട്ട് ജയിപ്പിച്ച് MLA ജയിപ്പിച്ചു. ഇതിൽ കൂടുതലൊക്കെ പാർട്ടി എന്നാ എനിക്ക് ചെയ്തു തരണ്ടേ? ഇത്രയൊക്കെ മതി. ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയാണോ? ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് രണ്ട് വാക്ക് തീരുമോ? എന്തായാലും പറയില്ല. ഉമ്മൻചാണ്ടി സാറ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ മാത്രമല്ല കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറ് എന്താ പറയുക, വർണ്ണനകൾക്കോ ഒക്കെ എല്ലാം അതീതമാണ്. എല്ലാമാണ് എന്ന് വേണേൽ പറയാം. ഒരു ഗുരുവിൻ്റെ സ്ഥാനം, രക്ഷകർത്താവിൻ്റെ സ്ഥാനം, ഒരു സുഹൃത്തിൻ്റെ സ്ഥാനം, എല്ലാം ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയത്തിൽ ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാറ് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു ആയിട്ടുള്ളത്. എന്നെ കൈപിടിച്ച് നമ്മൾ പറയും, ഒരു പോറൽ പോലും മേക്കാതെ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞ പോലെ കൊണ്ടു നടന്ന ആളാണ്. അപ്പം തീർത്താൽ തീരാത്ത കടപ്പാടാണ് ഉമ്മൻചാണ്ടി സാറിനോടും ആ കുടുംബത്തോടും ഉള്ളത്. മുഴുവൻ മണ്ഡലങ്ങളും തവണ നിങ്ങൾ പിടിച്ചല്ലോ. 9 മണ്ഡലം പിടിച്ചു. അതാണ് ഞാൻ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കി. ഞാനത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 9 സീറ്റോ എന്ന് പറഞ്ഞു. പക്ഷെ അവരത് വിശ്വസിക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ ഒരു ജില്ലയിലെ മുഴുവൻ സീറ്റും കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക? പക്ഷേ എനിക്കറിയാമായിരുന്നു 7 ഉറപ്പായിട്ടും കിട്ടും, കുറച്ചുകൂടെ ശ്രമിച്ചാൽ 9 കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി നിർണയം, അത് പ്രാദേശിക ഘടകങ്ങളോടൊക്കെ ഒരു അഭിപ്രായ വിനിമയമൊക്കെ നടത്തിയാണ് വന്നത്. അതിൻ്റെയൊക്കെ മെച്ചമുണ്ടായി. വൈക്കത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥിയാണെങ്കിലും DCCയും കൂടെ അറിഞ്ഞാണ് സ്ഥാനാർത്ഥികൾ വന്നത്. ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ടാണ് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടായി. 9 പിടിച്ചില്ലേ? സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു, അതെ, സാറിന് നൽകുന്ന ഒരു ദക്ഷിണയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയോടുള്ള UDFിൻ്റെ പ്രവർത്തനമാണ് ഏറ്റവും ബലപ്പെട്ട. പിന്നെ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന് UDFിനുള്ള സ്നേഹം ഇപ്പോഴും പ്രതിഫലിക്കുന്നു, പ്രകടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തി പോലും തോറ്റതായിട്ട് കാണുന്നില്ല.
UDFിൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 53,000 വോട്ട് ചാണ്ടിയമ്മൻ സാറിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. കാരണം കോൺഗ്രസിന് അദ്ദേഹത്തിനുള്ള സ്നേഹം അതാണ് പ്രതിഫലിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ സ്വപ്നം കണ്ട ആ കേരളത്തെ കോൺഗ്രസ് തിരിച്ചു കൊടുക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടു വന്നിരിക്കുന്നത്. അതിൻ്റെ തുടക്കം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മകന് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷവും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഉമ്മൻചാണ്ടി എത്രമാത്രം കേരളത്തിലെ ജനത്തെ സ്നേഹിച്ചിരുന്നോ അത്രമാത്രം കടപ്പാട് ജനങ്ങൾക്ക് കൂടി ഉണ്ട്. അത് നമ്മളന്നാ മരണ ദിവസം ജനം ഒന്നടങ്കം കണ്ടതാ. കാര്യം കുറ്റം പറയും, കുറവ് വരും. കുറ്റവും കുറവില്ലാത്ത മനുഷ്യരും ഇല്ലല്ലോ. എന്നാലും ജനത്തെ സ്നേഹിച്ച, കേരളത്തെ സ്നേഹിച്ച ഒരു MLA, ഒരു ജനനായകൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വപ്നങ്ങൾ പൂണിയാൻ മകനിൽ കൂടെയും മറ്റ് MLA-മാരിൽ കൂടെയും സാധ്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ കേട്ടിരുന്നു, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ഏറെ ശക്തനാണ് മരണശേഷമുള്ള ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ പ്രകടമായിരിക്കുകയാണ്. അതെ, ഓക്കെ. അത് അതേ അർത്ഥത്തിൽ തന്നെ പ്രകടമാക്കിയിരിക്കുക. കാരണം ഈ 102 MLA-മാർ വന്നിരിക്കുന്നതിൻ്റെ തെളിവ് അതുതന്നെയാണ്. കാരണം 10 വർഷം ഭരിച്ചിട്ടും അവർക്ക് പകുതി പോലും നേടാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ അന്നത്തെ വാക്കിന് വില കൊടുത്ത് ജനം തറക്കല്ല് പോലും ഇട്ടിട്ടില്ലാതെ പോയി. അപ്പം അത് ബാക്കി ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച സ്വപ്നങ്ങളുടെ തറക്കല്ലിട്ടത് ഇപ്പോൾ ബാക്കി ജനം പൂർത്തീകരിക്കും. അതിൻ്റെ ഒരു തെളിവാണിത്. വിജയം ഉമ്മൻചാണ്ടി സാറിൻ്റെ വിജയമാണ്. ഞങ്ങളെ എല്ലാവരെയും, ഞാനിപ്പോൾ പുതുപ്പള്ളിയുടെ വൈസ് പ്രസിഡൻ്റാണ്, ഞങ്ങളെ എല്ലാവരെയും ഈ നിലയിലെത്തിച്ച സാറാണ്. സാർ MLA ആയി 50 വർഷം പുതുപ്പള്ളി ഉണ്ടായിരുന്നപ്പോഴും ഈ CPM എന്ന പാർട്ടി ഒരുപാട് വേദനിപ്പിച്ചാണ് സാറിൻ്റെ അവസാന കാലം കടന്നുപോയത്. അപ്പോൾ സാറ് ഞങ്ങളെ വിട്ടു പോയെങ്കിലും സാറിൻ്റെ ആത്മാവിന് വേണ്ടി ഈ വിജയം ഞങ്ങളെല്ലാവരും അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിജയം ഞങ്ങൾ നേടിയെടുത്തത്. നാളെ ഇത് തന്നെയായിരിക്കും. പുതുപ്പള്ളിയുടെ അഭിമാനമാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ് ഈ വിജയം. കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ലോകത്തെവിടെ പോയാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അത് നാളെയും ഇന്നും നാളെയും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു MLA ആണ് സാറിൻ്റെ പൊന്നോമന മകൻ ചാണ്ടി ഉമ്മൻ. അതുകൊണ്ട് ഇന്നും നാളെയും എന്നും ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉമ്മൻചാണ്ടിയുടെ വിജയമായിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിലേക്ക് ഇവിടെ ഒരു കലാകാരനായ, മിമിക്രി കലാകാരനായ ജിൻസൺ, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്, ജിൻസനും എത്തിയിട്ടുണ്ട്. ജിൻസൺ, ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഈ ഒരു വിജയം ഇതിൻ്റെ ഏറ്റവും ജനകീയ അതായത് 102 MLA-മാരെ സൃഷ്ടിച്ചതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഉമ്മൻചാണ്ടി സാർ. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി കോട്ടയത്ത് നടക്കുമ്പോഴും എത്രത്തോളം ജനങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ ചെയ്ത നന്മകൾ യഥാർത്ഥത്തിൽ ഈ ജനസമ്പർക്ക പരിപാടി ആയിക്കോട്ടെ, കാരുണ്യ പദ്ധതി പരിപാടി ആയിക്കോട്ടെ, അതൊന്നും ഒരിക്കലും ഉമ്മൻചാണ്ടി സാറ് രണ്ടാമതൊരാളെ താൻ ചെയ്ത നന്മ പ്രവൃത്തികൾ അറിയണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഉമ്മൻചാണ്ടി സാർ എപ്പോഴും നമ്മൾ ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ഇടത്ത് കൈ ചെയ്യുന്നത് ഒരിക്കലും വലത്ത് കൈ അറിയില്ലേ. യഥാർത്ഥത്തിൽ അത് ദിനം പ്രതി നിറവേറ്റിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഉമ്മൻചാണ്ടി സാറ് പഠിച്ചത് ചങ്ങനാശ്ശേരി SB കോളേജിലായിരുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ KSU വിദ്യാഭ്യാസ ജീവിതം ആരംഭിച്ചത്, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വന്നത്. അന്ന് ഉമ്മൻചാണ്ടി സാറിനെ പഠിപ്പിച്ചൊരു വൈദികനായിരുന്നു പൗത്യ തിരുമേനി. പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബിഷപ്പായി വരികയും ഉമ്മൻചാണ്ടി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നും പിന്നീട് പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും നിരവധി പദ്ധതികൾ, യഥാർത്ഥത്തിൽ സാറിന് മുന്നിൽ വരുന്നവർക്ക് നിരവധി സഹായങ്ങൾ സാറ് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ദിനം പ്രതി നിരവധിയായ സഹായങ്ങൾ ചെയ്ത് ഞാൻ കണ്ടു. ജനസമ്പർക്ക പരിപാടി ഞാൻ കോട്ടയത്ത് നടക്കുമ്പോൾ ഞാൻ കാണുകയുണ്ടായി. അതായത് നിന്ന നിപ്പിൽ, അതായത് രാവിലെ ഒരു 9 മണിക്ക് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരുന്ന അപേക്ഷകൾ, ഇപ്പം
കോക്ലിയ പദ്ധതി ഉൾപ്പെടെ പിന്നെ ഇത് അതുകൂടാതെ ചെവി കേൾക്കാത്തവർക്ക് കൃത്രിമം ചെവി കേൾക്കാനുള്ള സംവിധാനം അത് തികച്ചും ഗവൺമെൻറ് സൗജന്യമായിട്ട്. പിന്നെ സാറ് മിക്കപ്പോഴും കുറിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഈ മെഡിസിൻ ആവശ്യമുള്ളവർക്ക് പിന്നെ ഹോർലിക്സും കൂടെ വേണം എന്നുകൂടി പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിന് എടുത്തു പറയേണ്ട ഒരു ഇതാണ്. ഉമ്മൻചാണ്ടി സാറ് ഇപ്പം പിന്നെ വേറൊരു സാറ് MLA ഇപ്പം എല്ലാവരും MLA ബോർഡ് സാറ് ഒരിക്കലും MLA ബോർഡ് മിസ്യൂസ് ചെയ്തില്ല. MLA ബോർഡ് വെക്കണമെന്ന് പോലും ആഗ്രഹിച്ചില്ല. സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തിത്വത്തിന് അദ്ദേഹത്തിന് മുന്നിൽ താങ്കൾ അദ്ദേഹത്തിനെ അനുകരിച്ചിട്ടുണ്ടല്ലോ. ഈ അവസരത്തിലൊന്ന് അനുകരിക്കാമോ? അദ്ദേഹം ഈ വിജയം അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുന്നതെന്ന് പറയാമോ? അതായത് എനിക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ വെച്ച് സാറ് ജീവിച്ചിരുന്ന സാറിൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് സാറ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സാറ് യഥാർത്ഥത്തിൽ ഈ വിജയം സാറിൻ്റെ ഒരു വിജയമെന്ന് വരെ. അപ്പം സാറിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ്. അതായത് UDFൻ്റെ ഈ വിജയം അത് ടീം വർക്കിൻ്റെ ഒരു പ്രവർത്തന ഫലമാണ്. 102 സീറ്റോടുകൂടി തിരിച്ചു വന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു തിരിച്ചു വരും അതിശക്തമായിട്ട്. യഥാർത്ഥത്തിൽ എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും സാധാരണക്കാരുള്ള ജനങ്ങളെപ്പോലും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്.